എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് അപ്പം എല്ലാവർക്കും അറിയാം ചുടുന്ന അപ്പം എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്നലെ രാത്രി ഞാൻ നമ്മൾ കുറച്ച് നാട്ടരിയും കൂടെ ഞാൻ അരച്ചത്. നാട്ടരി പിന്നെ പച്ചരിയും കൂടെ ഒന്നിച്ച് അരച്ച് തേങ്ങയും പിന്നെ പഞ്ചസാരയും കൂടെ അരച്ച് ഞാനിവിടെ അരച്ച് വെച്ചിട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ ഇച്ചിരി ഉപ്പും ചേർത്തു. നമുക്കതൊന്ന് കലക്കി ഞാൻ ഇച്ചിരി സോഡാപ്പൊടിയും ചേർത്തു. അപ്പോൾ ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു അപ്പച്ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മാവ് നല്ല വൃത്തിയായിട്ടൊന്ന് കുഴച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അപ്പവും ചുട്ട് ഒരു വറുത്ത സംബന്ധിയും കൂടെ ചെയ്യും. അപ്പം ഞാനത് കാണിക്കാം. ഞാൻ ഒരു ചീനിച്ചട്ടി, ഇത് അപ്പത്തിൻ്റെ ചട്ടി എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ഇതിൽ എണ്ണ ചേർക്കണ്ട. എങ്കിലും നമ്മൾ ചിലപ്പോൾ ഞാനിത് ഒത്തിരി നാളായി മേടിച്ചിട്ട് ചിലപ്പോൾ എണ്ണ ഒഴിച്ചില് ഇളകി വരുമോയെന്ന് എനിക്കൊരു സംശയം കൊണ്ട് ഇച്ചിരി എണ്ണ നമുക്ക് ചൂടാക്കാം. അപ്പം നമുക്കൊരു ശകല എണ്ണ, ഒരു ശകല ഇതുപോലെ ഒരു ബ്രഷിലോട്ട് എണ്ണ എടുത്ത് നമുക്ക് ഇച്ചിരി എണ്ണ തൂത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, മാവ് കോരിയൊന്നിരിക്കാം. ഏകദേശം ഈ ഒരു ചീനിച്ചട്ടി, ഈ ഒരു അപ്പച്ചട്ടി എൻ്റെ കയ്യിലായിട്ടൊരു 25 വർഷമെങ്കിലും ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒരു ശകല. അപ്പം നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കണം. വെറും കട്ടി കുറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ അപ്പം ഇവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. സമ്മന്തിക്കുള്ള തേങ്ങ ഒന്ന് തിരുമ്മി. അപ്പം ഞാൻ ചിരവ് വെച്ച്, ചിരവ് തരവാണ്, നല്ല ചിരവ്. നമുക്ക് ചിരവ് വെച്ച് തേങ്ങ ഒന്ന് തിരുമ്മിയെടുക്കാം. രാവിലെ ജോലി ഞാൻ എണ്ണിച്ച് ഇവിടെ രാമേട്ടന് പോകണം. അപ്പം ഇനിയും ഈ അപ്പം ഒന്നും കൊണ്ട് പോകത്തില്ല. ഇനിയും റൊട്ടി, അതിന് വേണ്ടി റൊട്ടി ഉണ്ടാക്കണം. അപ്പം അതിന് കൂട്ടാനുണ്ടാക്കണം. അങ്ങനെ രാവിലെ ഭയങ്കര ജോലി. പാറക്കുട്ടി ഉറങ്ങുന്നതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പം നമ്മുടെ തേങ്ങ ഒന്ന് തിരുമ്മിയെടുത്ത് ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ അപ്പം എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇളക്കി നോക്കാം. വെറും കട്ടി കുറഞ്ഞല്ലേ, നമ്മൾ ഇച്ചിരി കൂടി ഇതാവണം, ഒരു ശകലവും കൂടെ ആവട്ടെ. ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പം എല്ലാം നമ്മൾ വേണ്ട. ഏതായാലും ഞാൻ എണ്ണ വെട്ടിയത് കാര്യമായി, കണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം. അപ്പം നമുക്ക് ഇതുപോലെയുള്ള പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ഈ അപ്പം ഇടും. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനൊരു കൊച്ചു പാത്രം വെക്കും, അല്ലേ വെള്ളം എങ്ങാണോ ആയാലും. അതുകൊണ്ട് അപ്പം നമ്മുടെ അപ്പം വേണ്ട നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി. അപ്പം നമുക്ക് ഒരു പാത്രം കൂടെ കോരി ഞാൻ ഇച്ചിരി 1.5 തവി ഒഴിക്കും. ഇത് നല്ല ഹെൽത്തി ആയതുകൊണ്ട് നല്ലതാണ്. നമുക്കിത് ഇങ്ങനെ പരത്തിയൊക്കെ. സോഡാപ്പൊടി എനിക്ക് തോന്നുന്നൊരു ശകലവും കൂടെ വേണം, ഒന്ന് പൊങ്ങുന്നില്ല ശരിക്കും. അപ്പം സോഡാപ്പൊടി ഇടുന്നതുകൊണ്ടാണ് നന്നായിട്ടിത് ഒക്കുന്നത്. നമ്മുടെ അപ്പം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് സമ്മന്തി അരച്ച് എടുക്കാം. അപ്പം നമ്മൾ ഈ സമ്മന്തി പൊടിയായിട്ടായിരിക്കും അരച്ചേക്കുന്നത്. ഇനി ഇതൊന്ന് കടുക് വറക്കണം. പിന്നെ ഇന്നലെ ഞാനിങ്ങനെ പാല് മേടിക്കുന്നതിൻ്റെ തൈര് ഇതെടുത്ത് വയ്ക്കുമല്ലോ, അത് ഇന്ന് രാവിലെ അടിച്ച് വെച്ചേക്കുക നെയ്യായിട്ട് എടുക്കാൻ വേണ്ടി. ഇനി ഇത് ഉരുക്കണം. ഇന്നപ്പോൾ അതൊക്കെ ജോലി ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് അതുകൊണ്ട് വീട്ടിൽ ഉപയോഗിക്കാനുള്ള നെയ്യെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ അപ്പം നമുക്കൊന്ന് നോക്കാം. നമ്മുടെ അപ്പം നല്ല വിട്ടിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ശകലം നാട്ടരിയും കൂടെ അരച്ചായിരുന്നു. ആദ്യം ഒരു പ്രാവശ്യം ഞാൻ എണ്ണ തേച്ചുള്ളൂ. ഇത് ഇളകി വരുന്ന പാത്രമായതുകൊണ്ട് ഞാൻ പിന്നെ തേച്ചു. അപ്പം നമുക്ക് ഇതൊന്ന് ചുറ്റി അതിൻ്റെ കൂടെ വെക്കാം. അപ്പം അതൊന്ന് അപ്പം ഇനി അപ്പം ഞാൻ ഇതെന്ത് ചെയ്യുമെന്നറിയാം, ഇന്നലെ ഈ പാലിൻ്റെ മലായി എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ
ഇച്ചിരി തൈര് കൂടെ ഒഴിച്ച് വെച്ചേക്കും. ഇന്ന് രാവിലെ അതെടുത്ത് നേരെ ഇങ്ങനെ അങ്ങോട്ട് വെളുത്ത് വരുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇച്ചിരി വിലന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നെയ്യ് കൂടത്തില്ല. അതുകൊണ്ട് രാവിലെ എടുത്ത് വെച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചിനി ഇത് ഒരുക്കി എടുക്കണം. പിന്നെ ഇന്നലെ ഞങ്ങൾ ഇത് കണ്ടോ, ഈ ഇവിടുത്തെ ഈ മാങ്ങ കണ്ടോ, ഈ മാങ്ങ നല്ല മാങ്ങ, നല്ല മധുരം. ഇപ്പോൾ ഇവിടെ പഴുത്ത മാങ്ങ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. വിലയും കുറവ്, 50 രൂപയേ ഉള്ളൂ കിലോയ്ക്ക്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ 2 കിലോ മാങ്ങ മേടിച്ചതാണ് ഇത്. ഇന്നലെ ഞാൻ പഴുത്ത മാങ്ങ കറി വെച്ചു, ബാക്കിയായത്. അപ്പോൾ ഈ തൈര് ഇനി ഒന്നുകൂടി വേണം, അടിച്ചിട്ട് വേണം നമുക്കിത് നെയ്യെടുത്ത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കും. നമ്മുടെ അപ്പം എല്ലാം എളുപ്പം കണ്ടോ, ഒരു ശകലം തെറ്റിയതേ ഉള്ളൂ. അതുകൊണ്ട് നല്ല കടയിലെ അപ്പം പോലെ ഇരിക്കുന്നത് നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എളുപ്പം അങ്ങ് കരി. എന്ന് വെച്ചാൽ ഇത് വെറും കട്ടി കുറഞ്ഞ ഇതല്ലേ പാത്രം, അത് കാരണം. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ സമ്മന്തിയും കൂടെ ഒന്ന് വറക്കണം. ഇത് കഴിഞ്ഞ് ഇപ്പം അപ്പം റെഡിയായിട്ട്. അപ്പം ഞാൻ ആവശ്യത്തിനേ ചുടുന്നുള്ളൂ, എന്ന് വെച്ചാൽ പോകേണ്ടവർക്കൊക്കെ പോകണ്ടേ. ഇപ്പം നമുക്കിതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈ സമ്മന്തി അരയ്ക്കുന്നു. ഇത് ഇച്ചിരി കൂടെ എണ്ണ തൂക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇളകാൻ, ഇത് നല്ലോണം മൂത്ത് കഴിഞ്ഞാലേ ഇളകാൻ പറ്റും. നല്ല ഇപ്പം നല്ല അടിപൊളിയായിട്ട്. ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് സമ്മന്തി ഒന്ന് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ആ പാൻ തന്നെ അതിൽ തന്നെ വേണമെങ്കിൽ ഇനി നമുക്ക് പിന്നെ ഇത് ചുടുകയും. അപ്പം ഇച്ചിരി എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒരു ശകലം ഒഴിച്ചു. കുറച്ച് കടുക് ഇട്ടു, പിന്നെ 2 വറ്റൽ മുളക് ഇട്ടു. ഞാൻ 2 വറ്റൽ മുളക് ഇട്ടിട്ടു. നമ്മൾ സമ്മന്തി എടുത്ത് വെച്ചേക്കുക. കരിയാപ്പില ഉണ്ട്, കരിയാപ്പില ഇല്ല. നമ്മൾക്ക് കരിയാപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരിയാപ്പില ഇട്ടിട്ടു. അപ്പം നമ്മുടെ അപ്പത്തിനുള്ള സമ്മന്തിയെല്ലാം റെഡിയായിട്ട്. അപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിഞ്ഞെടുക്കും. അപ്പം നമ്മുടെ വറുത്ത സമ്മന്തി എല്ലാം റെഡിയായി. ഇനി നമുക്ക് റൊട്ടി ഉണ്ടാക്കാൻ ഒരു തവയെടുത്ത് അടുപ്പയിലോട്ടൊക്കെ ഒന്ന് വെക്കും. അപ്പോൾ ഇനി നമുക്ക് റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് തവയെല്ലാം ചൂടാവാറായി. ഇനി നമുക്ക് റൊട്ടി ഉണ്ടാക്കാം. നമുക്ക് 4 റൊട്ടി ഉണ്ടാക്കിയാൽ മതി. പിന്നെ കഴിക്കാനാണെങ്കിൽ അപ്പം ഉണ്ട്, പിന്നെ ഇത് കൊണ്ടുപോകാനുള്ളത്. നമുക്ക് രാവിലെ വീട്ടിലുള്ള നമുക്ക് പെണ്ണുങ്ങൾക്കൊക്കെ രാവിലെ തുടങ്ങുന്ന ജോലി. രാവിലെ ഇവിടെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് ചോറും ഒന്നും കൊണ്ടുപോകത്തില്ല. ഇവിടെ ഈ റൊട്ടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ 4 റൊട്ടി ഉണ്ടാക്കി കൂട്ടാൻ, പിന്നെ കഴിക്കാൻ അപ്പം ഉണ്ട്. അപ്പം നമ്മുടെ റൊട്ടി നമുക്ക് ഇതിലോട്ടിട്ടൊന്ന് പൊള്ളിച്ചെടുക്കും. അപ്പം രാവിലെ ഓരോരോ പണികളാണ്. ഇപ്പോൾ ഇവിടെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇച്ചിരി ചൂടിന് ഇച്ചിരി കുറവുണ്ട്. മഴ കഴിയുന്നുണ്ടെങ്കിൽ വീണ്ടും ചൂടാണ്. എന്നാലും നമ്മുടെ നാട്ടിലേൻ്റെ കൂട്ട് ആ ഒരുമാതിരി ഇങ്ങനെ വേർപ്പുള്ള ചൂടല്ല, അല്ലാത്ത ചൂട്. അതുകൊണ്ട് പിന്നെ നമുക്ക് പറ്റും എങ്ങനെയും. അപ്പം നമ്മുടെ റൊട്ടി ഞാനൊന്ന് തിരിച്ചിട്ടിട്ട്, റൊട്ടിന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഇതിന് റൊട്ടി എന്നാണ് പറയുന്നത്, ചപ്പാത്തി ഒന്ന് തിരിച്ചിട്ടിട്ട്. റൊട്ടിക്ക് കനം കുറച്ച് വേണം. നമ്മൾ ഈ ഒത്തിരി കനമായി കഴിഞ്ഞാൽ അതിന് ഒരു ഇതില്ല. നമ്മുടെ ഈ റൊട്ടി നമ്മളൊന്ന് പിടിച്ചെടുക്കാനൊരു, നമ്മൾ റൊട്ടി പൊള്ളിച്ച് വേണം എടുക്കാൻ. ഇപ്പം ഈ നാട്ടിൽ ഇങ്ങനെ പൊള്ളിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഞാൻ ഡയറക്റ്റ് ഗ്യാസിൽ തന്നെ ഇട്ടാണ് പൊള്ളിക്കുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് പൊള്ളിക്കുക. അപ്പോൾ ഇനി ഇതിൽ ഇച്ചിരി നെയ്യും കൂടെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 റൊട്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം നമ്മൾ ഈ റൊട്ടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി നെയ്യും കൂടെ തൂത്താൽ നല്ല അടിപൊളിയാണ്, കഴിക്കാൻ നല്ല. നമുക്ക് മറ്റേ
രണ്ടാമത്തെ റൊട്ടി ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് ഇതുപോലത്തെ നമ്മളിവിടെ ഇതുപോലത്തെ ഈ ബോയിൽ പേപ്പർ മേടിച്ച് വെച്ചേക്കും കണ്ടോ. ഇതിന് 300 രൂപ വേണ്ട, കുറേയേറെ ഉണ്ട്, കുറേ നാൾ നിൽക്കും. എന്നിട്ട് അതിൽ നിന്ന് ഇച്ചിരി കീറിയാണ് നമ്മൾ റൊട്ടി കൊണ്ടുപോകാൻ. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഉണ്ട് നമ്മൾ ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ നല്ലതായിരിക്കും. അല്ലേ നമ്മൾ വേറെ പാത്രത്തിലൊക്കെ കൊണ്ടുപോയാൽ റൊട്ടിക്കൊരു മയം കാണത്തില്ല. ഇതാകുമ്പം റൊട്ടി നല്ലതായിരിക്കും. അപ്പം നമ്മുടെ 4 റൊട്ടി നമ്മൾ ഉണ്ടാക്കി. ഇനി എടുത്തിട്ടില്ല, ഇനി 2 റൊട്ടിയും ഉണ്ട്. അപ്പോൾ അതുകൂടെ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ ഇച്ചിരി നെയ്യൂടെ പുരട്ടും ഞാൻ. അപ്പം നമ്മുടെ 4 റൊട്ടിയും ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്താ പപ്പടം പൊള്ളുന്ന പോലെ പൊള്ളും കേട്ടോ. ഇങ്ങനെ പൊള്ളുമ്പോൾ അകത്തെ എല്ലാം വെന്തിരിക്കും. അപ്പം നമുക്ക് ഗ്യാസ് നിർത്താം. നമുക്ക് ഇച്ചിരി നെയ്യൂടെ ഇതിലോട്ട് ഞാൻ ഈ നെയ്യ് എടുക്കുന്ന ഇതിനായി റൊട്ടിക്ക് പിന്നെ പുരട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാലിൻ്റെ നെയ്യ് എടുക്കുന്നത്. അപ്പം ഇനി ഇത് പൊതിഞ്ഞ് അങ്ങ് കൊടുക്കുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് നന്നായിട്ടിരിക്കും. അപ്പം നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള റൊട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആ നെയ്യ് ഒന്ന് എടുക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, അതുകൊണ്ട് നല്ല സ്മൂത്ത് അപ്പം കണ്ട്, നല്ല അടിപൊളി അപ്പം കണ്ട്, നല്ല സുന്ദരമായിട്ടുള്ള. ഇനി ഇത് കഴിക്കാൻ കൊടുക്കട്ടെ. ഇവിടെ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പം നമ്മുടെ അപ്പം കണ്ടല്ലേ നല്ലതല്ലേ. അപ്പം നമ്മൾ അഴിച്ച് വെച്ചേക്കുന്നതിന് പിന്നെ നെയ്യ് എടുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ഇച്ചിരി തണുത്ത വെള്ളം ഒഴിക്കാം. തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ അത് നന്നായിട്ടിരിക്കും. ഈ തണുത്ത വെള്ളത്തിനകത്തോട്ട് നമുക്ക് ഇടാം ആ നെയ്യ് എടുത്ത്. നെയ്യ് നിങ്ങളെ ഒന്ന് കാണിക്കാം എങ്ങനെ എടുക്കുന്നത് തന്നെ. നമുക്കിതിന് എടുക്കും കേട്ടോ. ഇത് ഇന്നലെ ഞാൻ എടുത്തതാണ്. ഇന്നലെ എടുത്തപ്പോൾ ഇത് വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സമയം രാവിലെ ആയതുകൊണ്ടായിരിക്കും, ഒത്തിരി പെരന്ന് പോയി. അന്നേരം പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയത്തില്ലയോ, പെരന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ നെയ്യ് എടുക്കരുത് എന്ന് പറയുന്ന വെച്ചാൽ തെളിയത്തില്ല. അപ്പം ഞാൻ അന്നേരം എടുത്തത് കൊണ്ടാണ്. ഇത് ഇന്നലെ ഞാൻ എടുത്തെന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു, ആവാത്തതുകൊണ്ട് ഈ പാത്രം. അപ്പോൾ ഈ മോര് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ നമുക്ക് കളയാം. ഇത് നല്ലതാണ് മോരല്ലേ. അപ്പോൾ എനിക്ക് ഇത്രയും നെയ്യ് ആഴ്ച തോറും എനിക്ക് ഇത്രയും ഇത് വെച്ച് കിട്ടും. ഞങ്ങൾ മേടിക്കാറില്ല. ഈ പാലിൻ്റെ ഫുൾ ക്രീമാണ് ഇവിടുത്തെ മേടിക്കുന്നത്. അത് വെച്ച് ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് നെയ്യുണ്ട്. ഇത് നമുക്കങ്ങ് കളയാം. നമ്മൾ കൈയിട്ടെടുത്തതല്ലേ അതുകൊണ്ട്. പക്ഷെ ഒരു തവി വെച്ച് ഇപ്പം രാവിലെ ഇത് ഒക്കുന്നില്ല തവി വെച്ചെടുക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചതങ്ങ് നമ്മുടെ കൈ വെച്ച്. അപ്പോൾ ഇത്രയും നെയ്യ് നമ്മുടെ നാട്ടിൽ ഇപ്പം ഇതൊക്കെ നമ്മൾ എടുക്കുമ്പം നമ്മുടെ പഴയ കാലമൊക്കെ നമുക്ക് ഓർമ്മ വരും. എനിക്കൊരു അപ്പച്ചി ഉണ്ടായിരുന്നു. അപ്പച്ചിയാണ് ഇങ്ങനെ പാല് വെച്ച് എപ്പോഴും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എടുക്കുമായിരുന്നു. അപ്പച്ചിയൊക്കെ ഇപ്പം മരിച്ചു പോയി. അപ്പം ഞാൻ അങ്ങനെ അപ്പച്ചി അന്ന് മത്തുകൊണ്ടായിരുന്നു എടുക്കുന്നത്. അപ്പം എന്നാൽ ഇത്രയും കണ്ടോ, നല്ല ഇത്രയും ഈ വെള്ളം നമുക്ക് അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് ഇച്ചിരി നല്ല വെള്ളം ഒഴിക്കും. അപ്പോൾ ഈ നെയ്യൊന്നെടുക്കാൻ ഞാനൊരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ, തണുത്ത വെള്ളമേ ഒഴിക്കാവൂ. അപ്പം നന്നായിട്ട് വരും ഇത്. ഇപ്പം നമ്മുടെ മക്കനെല്ലാം റെഡിയായിട്ട്. പണ്ട് കൃഷ്ണനൊക്കെ ഈ മക്കനല്ലയോ കഴിക്കുന്നത്. പക്ഷേ ഇവിടെ കൃതയ്ക്ക് കൊടുത്താൽ അവൾക്ക് വേണ്ട. അതിൻ്റെ ഇത്രയുണ്ട് കണ്ടോ. ഇതൊരാഴ്ചത്തെ. ഇപ്പം ഈ എല്ലാവരും യൂട്യൂബിലൊക്കെ കണ്ട എല്ലാവരും ഇപ്പം ഇങ്ങനെ നെയ്യ് എടുക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഓരോരുത്തർ എടുക്കുന്നത്. ഫോട്ടോ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാമല്ലോ. ഒത്തിരി പാലുള്ളവർക്കാണെങ്കിൽ എടുത്ത് വിൽക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ നെയ്യെല്ലാം കിടന്ന് കണ്ട ഇങ്ങനെ വിളഞ്ഞ്. ഇനി ഇതൊന്ന് നല്ലോണം നെയ്യാവട്ടെ. അപ്പം നമ്മുടെ നെയ്യ് അങ്ങനെ വേണ്ട മഞ്ഞ കളറായി തുടങ്ങി, നെയ്യാവാൻ തുടങ്ങി. നമ്മൾ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. മറ്റേ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഇങ്ങനെ ഓരോരുത്തർ പിന്നെ ഇതിനകത്തോട്ട് ഇടുമ്പം ഇട്ട് ഇങ്ങനെ ഉരുക്കി എടുക്കുമ്പോൾ അതിനകത്ത് കൊന്ത് കൂടുതലാണ്, പക്ഷേ ഇതിന് കൊന്ത് കുറവ്. അപ്പം നമ്മുടെ ഒറിജിനൽ നെയ്യെല്ലാം റെഡിയായി. ഇത് കണ്ടോ. ഇനി ഇത് തണുക്കുമ്പം വേണം. ഇപ്പം എനിക്ക് ഏകദേശം ഒരു 1/4 കിലോയുടെ അത്രയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരാഴ്ചത്തേക്ക് ഇതിനാകുമ്പം കൊന്തേ ഇല്ല കണ്ടോ.
നമുക്കിനി ഇത് ഊറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യും. ഓക്കെ ബൈ. ഇപ്പം രാവിലെ ഇത്രയായി എൻ്റെ ജോലി. ഇനിയൊന്നും ആയിട്ടില്ല, ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ കണ്ടോ നെയ്യ് കണ്ടോ, പ്യുവർ നെയ്യ്. അപ്പോൾ ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനും തണുക്കുമ്പോഴേ എടുത്ത് വെക്കത്തുള്ളൂ. അപ്പം ഓക്കെ ബൈ.